ഹലോ, ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സെക്ഷൻ 5.16 ആണ് കേട്ടോ. അപ്ലൈയിങ് ഡി സി വോൾട്ടേജ് അക്രോസ് പി എൻ ജംഗ്ഷൻ ഓർ ബയാസിങ് എ പി എൻ ജംഗ്ഷൻ. നമ്മളൊരു പി എൻ ജംഗ്ഷൻ അക്രോസ് എന്ത് ചെയ്യുന്നു, ഒരു ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അതായത് ഡി സി വോൾട്ടേജ് എന്താ നിങ്ങൾക്ക് അറിയാലോ, അല്ലെങ്കിൽ നമ്മളതിനെ ചുരുക്കി എന്തെന്ന് പറയാം, ബയാസിങ് എ പി എൻ ജംഗ്ഷൻ എന്ന് പറയാം. ഇൻ ഇലക്ട്രോണിക്സ് ദ ടേം ബയാസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഡി സി വോൾട്ടേജ് ടു എസ്റ്റാബ്ലിഷ് certain operating conditions ഫോർ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. സോ എന്താണ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ടേം ബയാസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഡി സി വോൾട്ടേജ്. നമ്മൾ എന്ത് ചെയ്യും, ഡി സി വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നമ്മൾ ഉണ്ടാക്കി വെക്കും. അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ബയാസിങ് എന്ന് പറയാം. ഇൻ റിലേഷൻ ടു എ പി എൻ ജംഗ്ഷൻ, നമ്മളൊരു പി എൻ ജംഗ്ഷനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ആ ബയാസിങ് എന്ന് പറയുന്നത്, ദർ ആർ ഫോളോയിങ് ടു ബയാസ് കണ്ടീഷൻ. രണ്ട് ടൈപ്പ് ബയാസ് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തേതാണത് ഫോർവേഡ് ബയാസിങ്, രണ്ടാമത്തേതാണത് റിവേഴ്സ് ബയാസിങ്. നോക്കാം നമുക്ക്. എന്താണ് ഫോർവേഡ് ബയാസിങ്? വെൻ എക്സ്റ്റേണൽ ഡി സി വോൾട്ടേജ് അപ്ലൈഡ് ടു ദ ജംഗ്ഷൻ when external DC voltage applied to the junction is in such a direction that it cancels the potential barrier, thus permitting current flow, it is called the forward biasing. നമ്മളൊരു ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു ഈ ജംഗ്ഷനിലോട്ട്. അതെന്താ ചെയ്യുന്നത്, ഈസ് ഇൻ എ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ഇറ്റ് ക്യാൻസൽസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. അതെന്ത് ചെയ്യുന്നു, ആ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഇല്ലാതാക്കുന്നു. എന്നിട്ട് അതിലൂടെ ആ ജംഗ്ഷനിലൂടെ എന്ത് ചെയ്യുന്നു, കറൻറ്റ് ഫ്ലോ പോസിബിൾ ആക്കുകയാണെങ്കിൽ അത്തരമുള്ളൊരു കണ്ടീഷനെ നമ്മൾ എന്തെന്ന് പറയാം, ഫോർവേഡ് ബയാസിങ് എന്ന് പറയാം. സോ ടു അപ്ലൈ ഫോർവേഡ് ബയാസ്, കണക്ട് എ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ടു പി ടൈപ്പ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദ എൻ ടൈപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ 5.21. ഈ ഫിഗർ 5.21 കാണിച്ചതുപോലെ സെമി കണ്ടക്ടറിൻ്റെ പി ടൈപ്പുമായിട്ട് ബാറ്ററിയുടെ എന്താണ് പോസിറ്റീവും, പിന്നെ അതിൻ്റെ എൻ ടൈപ്പുമായിട്ട് എന്ത് ചെയ്യുക, നെഗറ്റീവ് ടെർമിനലും, ബാറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുക. ദ അപ്ലൈഡ് ഫോർവേഡ് പൊട്ടൻഷ്യൽ എസ്റ്റാബ്ലിഷസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് ദ ഫീൽഡ് ഡ്യൂ ടു ദി പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഫോർവേഡ് പൊട്ടൻഷ്യൽ ഇല്ലേ, അതെന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് ദ ഫീൽഡ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ ബാരിയർ. സോ പൊട്ടൻഷ്യൽ ബാരിയർ മൂലം എന്തുണ്ട്, ഓൾറെഡി അവിടെ ഒരു പി എൻ ജംഗ്ഷനിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ദെർഫോർ ദ റിസൾട്ടൻ്റ് ഫീൽഡ് ഈസ് വീക്കൻ ആൻഡ് ദ ബാരിയർ ഹൈറ്റ് ഈസ് റെഡ്യൂസ്ഡ് അറ്റ് ദി ജംഗ്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ 5.21. അതായത് ആ ഫീൽഡ് എന്ത് ചെയ്യും, നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയറിനെ റെഡ്യൂസ് ചെയ്യും. ആസ് പൊട്ടൻഷ്യൽ ബാരിയർ വോൾട്ടേജ് ഈസ് വെരി സ്മോൾ, ഏകദേശം എത്രയാണ്, 0.1 മുതൽ 0.3 വോൾട്ട് വരെയൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പൊട്ടൻഷ്യൽ ബാരിയർ എത്രയാണെന്നുള്ളത്. ദെർഫോർ എ സ്മോൾ ഫോർവേഡ് വോൾട്ടേജ് ഈസ് സഫിഷ്യൻറ്റ് ടു കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ദി ബാരിയർ. നമ്മളൊരു ചെറിയ വോൾട്ടേജ് കൊടുത്താൽ പോലും എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് ആ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഇല്ലാതാക്കാൻ അതുകൊണ്ട് പറ്റും. വൺസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് എലിമിനേറ്റഡ് ബൈ ദ ഫോർവേഡ് വോൾട്ടേജ് junction resistance become almost zero and a low resistance path is established for the entire circuit. അപ്പം ഒരു ഫോർവേഡ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, എന്താണ് ഫോർവേഡ് വോൾട്ടേജ്, പി ടൈപ്പിലേക്ക് പോസിറ്റീവും എൻ ടൈപ്പിലേക്ക് നമ്മൾ നെഗറ്റീവും കൊടുക്കുക. അവിടെ ജംഗ്ഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, അങ്ങനെ പൊട്ടൻഷ്യൽ ബാരിയറിന് അത് ഇല്ലാതാക്കും. ജംഗ്ഷനിലെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ആ ജംഗ്ഷൻ റെസിസ്റ്റൻസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, സീറോ ആക്കി മാറ്റും. അല്ലെങ്കിൽ ഒരു ലോ റെസിസ്റ്റൻസ് പാത്തിനെ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് ആ പി എൻ ജംഗ്ഷനിൽ പിന്നെ ചാർജുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ദെർഫോർ കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ എന്തുണ്ടാവും, സർക്യൂട്ടിലൂടെ കറൻറ്റ് ഒഴുകാൻ തുടങ്ങും. ദിസ് ഈസ് കോൾഡ് ദി ഫോർവേഡ് കറൻറ്റ്. ഇതിനെ നമ്മൾ എന്തെന്നാ പറയുക, ഫോർവേഡ് കറൻറ്റ് എന്നാണ് പറയുക. വിത്ത് ഫോർവേഡ് ബയാസ് ടു പി എൻ ജംഗ്ഷൻസ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ആർ വർത്ത് നോട്ടിങ്. നമ്മൾ ഈ പി എൻ ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയാസിനെ കുറിച്ച് പറയുമ്പം താഴെ പറയുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്നാമത്തെ എന്താണ്, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് അറ്റ് സം ഫോർവേഡ് വോൾട്ടേജ് ഇറ്റ് ഈസ് എലിമിനേറ്റഡ് ഓൾ ടുഗദർ. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നു. അങ്ങനെ ആൻഡ് അറ്റ് സം ഫോർവേഡ് വോൾട്ടേജ് ഇറ്റ് ഈസ് എലിമിനേറ്റഡ്. നമ്മളൊരു പ്രത്യേക ഫോർവേഡ് വോൾട്ടേജ് കൊടുത്ത് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, നമുക്കതിനെ ഇല്ലാതാക്കി മാറ്റുകയും
ചെയ്യാം. ദ ജംഗ്ഷൻ ഓഫേഴ്സ് ലോ റെസിസ്റ്റൻസ് കോൾ ദി ഫോർവേഡ് റെസിസ്റ്റൻസ് ടു കറൻറ്റ് ഫ്ലോ. സോ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വിഡ്ത്ത് തന്നെ കുറഞ്ഞില്ലാതാണുകൊണ്ട് തന്നെ ആ ജംഗ്ഷനിൽ എന്തുണ്ടാവില്ല, റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ റെസിസ്റ്റൻസേ ഉണ്ടാവുകയുള്ളൂ. അതിന് നമ്മൾ എന്തെന്ന് പറയും, ഫോർവേഡ് റെസിസ്റ്റൻസ് എന്ന് പറയും. കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഡ്യൂ ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ലോ റെസിസ്റ്റൻസ് പാത്ത്. സോ ഈ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു, കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. ലോ റെസിസ്റ്റൻസിലുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, കറൻറ്റ് ഫ്ലോ ചെയ്യും. ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് കറൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അപ്ലൈഡ് ഫോർവേഡ് വോൾട്ടേജ്. നമ്മൾ എത്രയാണോ ഈ ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, ആ സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്താണ് അടുത്തത് നോക്കാം. റിവേഴ്സ് ബയാസിങ്. വെൻ ദ external DC voltage applied to the junction is in such a direction that potential barrier is increased, it is called the reverse biasing. നമ്മൾ DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ആ സമയത്ത് നേരത്തെ പോലെ കുറയല്ല, പകരം പൊട്ടൻഷ്യൽ ബാരിയർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുക, റിവേഴ്സ് ബയാസിങ് എന്ന് പറയുക. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ എന്ത് കൂടുക, പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, റിവേഴ്സ് ബയാസിങ് എന്ന് പറയും. ഇനി എങ്ങനെയാണ് നമ്മളൊരു റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക? ടു അപ്ലൈ റിവേഴ്സ് ബയാസ്, കണക്ട് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി ടു പി ടൈപ്പ് ആൻഡ് പോസിറ്റീവ് ടെർമിനൽ ടു എൻ ടൈപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ 5.22. നമ്മൾ റിവേഴ്സ് ബയാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ബാറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും, പി ടൈപ്പിലോട്ടും പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എങ്ങോട്ടും കണക്ട് ചെയ്യും, എൻ ടൈപ്പിലോട്ടും കണക്ട് ചെയ്യും. It is clear that applied reverse voltage establishes an electric field which act in the same direction as the field due to potential barrier. അല്ലേ? സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ചാർജുള്ള ടെർമിനലുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓരോ പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പിയിൽ നെഗറ്റീവും എന്നിൽ പോസിറ്റീവും അല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും അവിടെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. Therefore, the resultant field at the junction is strengthened and the barrier height is increased as shown in figure 5.22. നിങ്ങളുടെ ആ ഫിഗറിൽ നോക്കുക, നോ എക്സ്റ്റേണൽ ഫീൽഡ് ബാരിയറിൻ്റെ ഹൈറ്റ് എന്താണ്, കുറവാണ്. പക്ഷേ എക്സ്റ്റേണൽ ഫീൽഡിൽ എന്തായി, ബാരിയറിൻ്റെ ഹൈറ്റ് കൂടി വന്നു. സോ ദ ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ബാരിയർ പ്രിവെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ. അതായത് ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യുക, നിങ്ങൾ നോക്ക്, ഈ എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും, ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യും. സ്വാഭാവികമായിട്ടും പി ടൈപ്പിലുള്ള ഹോൾസ് എങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ബാറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഈ ബാരിയറിൻ്റെ ഹൈറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ദ ഇൻക്രീസ്ഡ് പൊട്ടൻഷ്യൽ ബാരിയർ പ്രിവെൻറ്റ്സ് ദ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ. സോ ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ചാർജിൻ്റെ ഫർദർ, അതായത് ആ ജംഗ്ഷനിലൂടെയുള്ള ഫർദർ മൂവ്മെൻറ്റിന് എന്ത് ചെയ്യും, അതിനെ ബ്ലോക്ക് ചെയ്യും. ദസ് എ ഹൈ റെസിസ്റ്റൻസ് പാത്ത് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദി എൻറ്റയർ സർക്യൂട്ട് ആൻഡ് ഹെൻസ് ദ കറൻറ്റ് ഡസ് നോട്ട് ഫ്ലോ. സോ ആ ജംഗ്ഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു മേഖലയായിട്ട് ആക്ട് ചെയ്യും. അതിലൂടെ കറൻറ്റിന് പോകാൻ പോകില്ല, അല്ലെങ്കിൽ അതെന്തായിരിക്കും, പോകുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. സോ വിത്ത് റിവേഴ്സ് ബയാസ് ടു പി എൻ ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഫോളോയിങ് പോയിൻറ്റ്സ് ആർ വർത്ത് നോട്ടിങ്. താഴെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും, പൊട്ടൻഷ്യൽ ബാരിയർ ഈസ് ഇൻക്രീസ്ഡ്. രണ്ടാമതെന്താണ്, ദ ജംഗ്ഷൻ ഓഫേഴ്സ് വെരി ഹൈ റെസിസ്റ്റൻസ്. ജംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഹൈ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. അതിന് നമ്മൾ എന്തെന്ന് പറയുക, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുക. അതായത് കറൻറ്റ് ഫ്ലോക്ക് ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്യും, ഒരു ഹൈ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും കറൻറ്റ് ഫ്ലോന് എന്ത് ചെയ്യും, അത് കുറയ്ക്കും. ആ സമയത്തുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുക, റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയുക. നോ കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട് ഡ്യൂ ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് പാത്ത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിലൂടെ എന്താണ്, ഈ ഹൈ റെസിസ്റ്റൻസ് കൊണ്ട് കറൻറ്റ് തീരെ ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറയാം. സോ കൺക്ലൂഷൻ എന്താണ്, ഫ്രം ദി എബവ് ഡിസ്കഷൻ ഇറ്റ് ഫോളോസ് that with reverse bias to the junction a high resistance path is established and hence no current flow occurs. അപ്പോൾ എന്താണ്, നമുക്കൊരു കാര്യം മനസ്സിലായി, ഹൈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ജംഗ്ഷനിലൂടെ എന്ത് ചെയ്യുന്നില്ല, കറൻറ്റ് ഫ്ലോ ഒന്നും ഉണ്ടാകുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് വിത്ത് ഫോർവേഡ് ബയാസ് ടു ദ ജംഗ്ഷൻ, നമ്മൾ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഫോർവേഡ് ബയാസിലാണെങ്കിലോ എ ലോ റെസിസ്റ്റൻസ് പാത്ത് ഈസ് സെറ്റപ്പ് ആൻഡ് ഹെൻസ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, കറൻറ്റ്
ഫ്ലോ ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ മെജോറിറ്റി മൈനോറിറ്റി കാരിയേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാക്കും, ഒരു ലീക്കേജ് കറൻറ്റ് ഉണ്ടാക്കും. നമുക്കതിലേക്ക് വരുന്ന സെക്ഷനിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. ഇനി 5.17 ആണ് കറൻറ്റ് ഫ്ലോ ഇൻ എ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. ഒരു ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനിൽ എങ്ങനെയാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത്. വി ഷാൽ നൗ സീ ഹൗ കറൻറ്റ് ഫ്ലോസ് അക്രോസ് പി എൻ ജംഗ്ഷൻ വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. നമ്മൾ ഫോർവേഡ് ബയാസ്ഡിലാകുമ്പോൾ എങ്ങനെയാണ് ഇതിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാം. ഫിഗർ 5.23 ഷോസ് എ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. നമുക്കിതൊരു ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്? പി ടൈപ്പിലേക്ക് എന്താണ് ബാറ്ററിയുടെ പോസിറ്റീവും, എൻ ടൈപ്പിലേക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫോർവേഡ് വോൾട്ടേജ് ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എൻ ടൈപ്പ് മൂവ് ടുവേർഡ്സ് ദി ജംഗ്ഷൻ ലീവിങ് ബിഹൈൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ്. അല്ലേ, ഈ ഫോർവേഡ് വോൾട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ എൻ ടൈപ്പിൽ അല്ലെങ്കിൽ എൻ ടൈപ്പിൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ജംഗ്ഷനിലോട്ട് മൂവ് ചെയ്യും. ബാക്കി അവിടെ ആര് ലീവ് ചെയ്യും? പിന്നെ ബിഹൈൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റംസ് എവിടെ ഉണ്ടാവും? അതിൻ്റെ ബാക്കിലുണ്ടാകും. അല്ലേ, അവിടെ ഇട്ടു. നിങ്ങൾ ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഹൗവർ മോർ ഇലക്ട്രോൺസ് അറൈവ് ഫ്രം ദി നെഗറ്റീവ് ബാറ്ററി ടെർമിനൽ ആൻഡ് ദി എൻ്റർ ദി എൻ റീജിയൻ ടു ടേക്ക് അപ്പ് ദെയർ പ്ലേസസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിൻ്റെ നെഗറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ എത്തുന്നുണ്ട്, ഈ എൻ ടൈപ്പിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. സോ ആസ് ദ ഫ്രീ ഇലക്ട്രോൺസ് റീച്ച് ദ ജംഗ്ഷൻ ദേ ബിക്കം വാലൻസ് ഇലക്ട്രോൺ. എപ്പോഴാണോ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഈ ജംഗ്ഷനിൽ എത്തുന്നത്, അവിടെ എത്തുമ്പോൾ അതെന്തായിട്ട് മാറും? വാലൻസ് ഇലക്ട്രോണായിട്ട് മാറും. എങ്ങനെ വാലൻസ് ഇലക്ട്രോണായിട്ട് മാറുക? അവിടെ ഹോൾസ് അല്ല ഉള്ളത്. ഈ ഹോൾസിൻ്റെ പ്ലേസ് പോയിട്ട് എന്ത് ചെയ്യും? ഈ ഫ്രീ ഇലക്ട്രോണെ ഓലായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ അതെന്തായിട്ട് മാറി? വാലൻസ് ഇലക്ട്രോണായിട്ട് മാറി. ആസ് വാലൻസ് ഇലക്ട്രോൺ ദേ മൂവ് ത്രൂ ദി ഹോൾസ് ഇൻ ദ പി റീജിയൻ. സോ ഈ വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? പി റീജിയനിലൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഈ പോസിറ്റീവ് ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് മൂവ് ചെയ്യും. ദ വാലൻസ് ഇലക്ട്രോൺ മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ് ഇൻ ദ പി റീജിയൻ വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ദ ഹോൾസ് മൂവിങ് ടു ദി റൈറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എൻ ടൈപ്പിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് പി ടൈപ്പിലെത്തുമ്പോൾ എന്തായിട്ട് മാറും? വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. ഈ വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഹോള് റൈറ്റിലോട്ടും മൂവ് ചെയ്യും. വെൻ ദ വാലൻസ് ഇലക്ട്രോൺ റീച്ച് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദി ക്രിസ്റ്റൽ. എപ്പോഴാണോ ഈ വാലൻസ് ഇലക്ട്രോൺ ഈ ക്രിസ്റ്റലിൻ്റെ ലെഫ്റ്റ് പറഞ്ഞാൽ പി ടൈപ്പിൻ്റെ ഈ ഇങ്ങേ അറ്റത്ത് ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോൾ ദേ ഫ്ലോ ഇൻ ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. ഫ്രീ വാലൻസ് ഇലക്ട്രോൺ എങ്ങോട്ട് പോകും? ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് പോകും. ദ മെക്കാനിസം ഓഫ് കറൻറ്റ് ഫ്ലോ ഇൻ എ ഫോർവേഡ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ക്യാൻ ബി സമ്ഡ് അപ്പ് ആസ് അണ്ടർ. സോ നമ്മളൊരു ഫോർവേഡ് ബയാസിൽ പി എൻ ജംഗ്ഷനിൽ എന്താണ് നടക്കുന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഈ 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദ ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം ദി നെഗറ്റീവ് ടെർമിനൽ കണ്ടിന്യൂ ടു പോർ ഇൻ ടു ദ എൻ റീജിയൻ വൈൽ ദ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻ റീജിയൻ മൂവ് ടുവേർഡ്സ് ദി ജംഗ്ഷൻ. അതായത് ബാറ്ററിൻ്റെ നെഗറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ എൻ ടൈപ്പിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? സെമി കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടും പോകുന്നുണ്ട്? ജംഗ്ഷനിലോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ദ ഇലക്ട്രോൺസ് ട്രാവൽ ത്രൂ ദ എൻ റീജിയൻ ആസ് ഫ്രീ ഇലക്ട്രോൺസ്. എൻ റീജിയനിൽ ഇലക്ട്രോൺസ് എങ്ങനെ മൂവ് ചെയ്യുക? ഫ്രീ ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുക. കറണ്ട് ഇൻ എൻ റീജിയൻ ബൈ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ എൻ റീജിയനിലെ കറണ്ട് എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന കറണ്ടാണ്. വെൻ ദീസ് ഇലക്ട്രോൺ റീച്ച് ദ ജംഗ്ഷൻ. എപ്പോഴാണോ ഇലക്ട്രോൺസ് ജംഗ്ഷനിൽ എത്തുന്നത്? ദേ കമ്പൈൻ വിത്ത് ഹോൾസ് ആൻഡ് ബിക്കംസ് വാലൻസ് ഇലക്ട്രോൺ. സോ ഈ ഇലക്ട്രോൺസ് എപ്പോഴാണോ ഈ ജംഗ്ഷനിൽ എത്തുന്നത് അതെന്ത് ചെയ്യും? ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? ഫ്രീ ഇലക്ട്രോൺസ് വാലൻസ് ഇലക്ട്രോണായിട്ട് മാറും. ദ ഇലക്ട്രോൺ ട്രാവൽ ത്രൂ ദ പി റീജിയൻ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. കറൻറ്റ് ഇൻ ദ പി റീജിയൻ ഈസ് ബൈ ഹോൾസ്. വാലൻസ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ പി എൻ ജംഗ്ഷൻ്റെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. പക്ഷേ ഹോൾസ് എന്ത് ചെയ്യും? ഹോൾസ് അവിടുന്ന് ജംഗ്ഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ പി റീജിയനിലെ കറൻറ്റ് ബേസിക്കലി നമ്മൾ എന്താണെന്ന് പറയും? ഹോളാണെന്ന്, ഹോൾ കൊണ്ടുണ്ടാകുന്ന കറൻറ്റാണെന്ന് നമ്മൾ പറയുക. വെൻ ദീസ് വാലൻസ് ഇലക്ട്രോൺ റീച്ച് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദി ക്രിസ്റ്റൽ. എപ്പോഴാണോ ഈ വാലൻസ് ഇലക്ട്രോൺ, അതായത് ഫ്രീ ഇലക്ട്രോൺസ് പിയിലെത്തുമ്പോൾ എന്തായിട്ട് മാറി? വാലൻസ് ഇലക്ട്രോണായി. അത് എപ്പോഴാണോ ഈ ലെഫ്റ്റ് എൻഡിലെത്തുന്നത് ദേ ഫ്ലോ ഇൻ ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അതെന്ത് ചെയ്യും? ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് പോകും. ഫ്രം ദി അബവ് ഡിസ്കഷൻ ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് ഇൻ എൻ ടൈപ്പ് റീജിയൻ കറൻറ്റ് ഈസ് ക്യാരിഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് വേറാസ് ഇൻ പി ടൈപ്പ് റീജിയൻ ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ ഹോൾസ്. സോ നമ്മൾ അബവ് ഡിസ്കഷൻ നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് എൻ ടൈപ്പ് റീജിയനിൽ കറൻറ്റ് ഈസ്
ക്യാരിഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. കറണ്ട് ക്യാരി ചെയ്യുന്നത് ആരാണ്? എൻ ടൈപ്പിൽ എപ്പോഴും കറണ്ട് ക്യാരി ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസും, വേറാസ് ഇൻ പി ടൈപ്പ് റീജിയൻ, പി ടൈപ്പിൽ ആരാണ്? ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ ഹോൾസ്. ഹൗവർ ഇൻ ദ എക്സ്റ്റേണൽ കണക്റ്റിംഗ് വയേഴ്സ് ദ കറണ്ട് ഈസ് ക്യാരിഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവാം? എൻ ഭാഗത്ത് ഫ്രീ ഇലക്ട്രോൺസും പി ഭാഗത്ത് എന്താണ്? ഹോൾസ് ആണ്. പക്ഷേ എക്സ്റ്റേണൽ വയറിൽ, ആ നീല കളറിൽ കാണുന്ന എക്സ്റ്റേണൽ വയറിൽ അവിടെ എപ്പോഴും കറണ്ട് കാരിയേഴ്സ് ആരായിരിക്കും? ഫ്രീ ഇലക്ട്രോൺസ് മാത്രം ആയിരിക്കും. സെമി കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുള്ളൂ? ഹോൾസ് കൊണ്ടുള്ള കറണ്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. 5.18 വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ. ഇത് നിങ്ങൾക്ക് തിയറിയും പഠിക്കാനുണ്ട്, അതുപോലെ എന്ത് ചെയ്യാനുണ്ട്? ലാബിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.